ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി നന്നായിട്ട് ശ്രുതിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. ശ്രുതി ചൊറിഞ്ഞ വർത്തമാനമൊക്കെ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ. സച്ചി ആവശ്യമില്ലാതെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുകയാണ്. മഹിമ വന്നിട്ട് പണമൊക്കെ കൊടുക്കുമ്പോഴേക്കും അത് ശ്രുതിക്ക് ഇഷ്ടപ്പെടാതെ ശ്രുതി വളരെ മോശമായിട്ട് സച്ചിയെ രേവതിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സച്ചിയെ ഒറ്റപ്പെടുത്തി കഴിയുമ്പം മദ്യപിച്ച് വന്ന സച്ചി ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയും ശ്രുതിയെ തല്ലി ശരിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മഹിമ തനി കൊണം കാണിക്കാനായിട്ട് പോവാണ് കേട്ടോ. എങ്ങനെയെങ്കിലും അവിടെ ഒരു അലം ഉണ്ടാക്കണം ചന്ദ്രോദയത്തിൽ. അതാണ് മഹിമയുടെ ലക്ഷ്യം. ചേട്ടാനിയന്മാർ തമ്മിൽ വഴക്കുണ്ടായി തെറ്റിപ്പിരിഞ്ഞാലേ ഉള്ളൂ വർഷയും ശ്രീകാന്തിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ മഹിമയ്ക്കറിയാം. അതിനായിട്ടാണ് മഹിമ ഓരോ പ്ലാനുകളും ചെയ്യുന്നത് കേട്ടോ. ആദ്യമാണെങ്കിൽ AC വാങ്ങിച്ചിട്ട് അത് കൊടുത്തു വിടുകയും സച്ചി അത് തിരിച്ചു കൊടുക്കുമ്പം അത് വീണ്ടും സുധിയുടെ കടയിൽ തിരിച്ചു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുധിയും സച്ചിയും തമ്മിൽ ഒരു അലമ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനും കാരണം മഹിമ തന്നെയാണ്. മഹിമയുടെ മനസ്സിൽ ഇവരെ എങ്ങനെയെങ്കിലും തെറ്റിപ്പിരിക്കണം എന്നുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൽ നല്ല അവസരം വന്ന് ചേരുകയാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ രവി തീരുമാനിക്കുകയാണ് കേട്ടോ, മുകളിലത്തെ നിലയിൽ ഒരു റൂം കൂടി പണിയാനായിട്ട്. എല്ലാവർക്കും റൂമുണ്ട്, സച്ചിക്കും രേവതിക്കും മാത്രം റൂമില്ല. അതേസമയം ശ്രീകാന്തിനും വർഷയ്ക്കും ശ്രുതിക്കും ഒക്കെ AC റൂം തന്നെയുണ്ട്. പക്ഷേ പാവം നമ്മുടെ സച്ചിയും രേവതിയും ഓരോ ഊഴം കാത്ത് നിൽക്കണം റൂമിനായിട്ട്. അല്ലെങ്കിൽ ഹോളിലോ പുരപ്പുറത്തോ ഒക്കെ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നത് നമ്മുടെ രവിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, നിങ്ങൾ മക്കളെല്ലാവരും പണം കൊണ്ട് തരണം എന്ന് പറയാണ് വീട്ടിൽ ചെലവിന്. അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി. എല്ലാവരും ഒക്കെ വീട്ടുകാര്യങ്ങൾ നോക്കാറുണ്ടല്ലോ അച്ഛാ, അല്ലാതെ പ്രത്യേകിച്ചൊരു പണം കൊണ്ടുവന്ന് തരുന്ന പരിപാടിയില്ലായിരുന്നല്ലോ എന്ന് പറയുക. അപ്പം രവി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ മോളെ, പക്ഷേ ഇനി അതിനൊക്കെ ഒരു കണക്ക് വേണം. രേവതി പോയി ഒരു ബുക്കും പേനയും എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ആ ബുക്കും പേനയും രേവതി എടുത്തു കൊണ്ട് കൊടുക്കുമ്പം തന്നെ രവി എഴുതി വെക്കുകയാണ് കേട്ടോ ഓരോരുത്തരും കൊടുക്കുന്ന പണത്തിൻ്റെ കണക്ക്. അങ്ങനെ നമ്മുടെ ശ്രുതിയും 8,000 രൂപയും ശ്രുതിയാണെങ്കിൽ 5,000 രൂപയും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സച്ചി 10,000 രൂപയും രേവതി 2,000 രൂപയും കൊടുക്കുന്നുണ്ട്. 10,000 രൂപയും 5,000 രൂപയാണ് വർഷയും ശ്രീകാന്തും കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കണക്ക് നമ്മുടെ രവി എഴുതി സൂക്ഷിച്ചിട്ട് എന്തിനാച്ചാ ഇപ്പം ഇങ്ങനെ ഒരു കണക്കൊക്കെ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് രവി, അത് ആവശ്യമുണ്ട്, ഞാൻ ചില കണക്കുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അടുത്ത മാസം തൊട്ട് നിങ്ങൾ പണം തരാൻ തുടങ്ങുക, അപ്പം ഞാൻ പറയാം കാര്യങ്ങൾ എന്താണെന്ന് എന്നിങ്ങനെ രവി പറയുക. അതേസമയം ഇവർ 3 പേരും കൂടി ആലോചിക്കുകയാണ്, അച്ഛൻ ഇത്രയും നാളും ഇങ്ങനെ പണമൊന്നും ചോദിക്കാറില്ലല്ലോ എന്ന് ശ്രുതി പറയുക. ഇപ്പം എന്താ പ്രത്യേകിച്ച് അച്ഛൻ ഇങ്ങനെ പണം ചോദിക്കുന്നത്? ഞങ്ങൾക്കാണെങ്കിൽ ബിസിനസ്സിലൊക്കെ നല്ല ചിലവുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കണക്ക് പറഞ്ഞൊക്കെ പണം വാങ്ങിക്കുന്നതിൻ്റെ കാര്യമുണ്ടോ? അച്ഛനും പെൻഷനൊക്കെ കിട്ടുന്നില്ലേ എന്ന് പറയുക. അപ്പോൾ ഉടനെ സച്ചി പറയുന്നുണ്ട്, എടാ അങ്ങനെയൊക്കെ നീ പറയാതെടാ, നീ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ അച്ഛൻ വാങ്ങി തന്നില്ലേ? അന്ന് നിന്നോട് വല്ല കണക്ക് ചോദിച്ചായിരുന്നോ? കണക്ക് പറഞ്ഞായിരുന്നോ? പിന്നെ ഇപ്പം വീട്ടു ചെലപ്പിന് കൊണ്ട് പണം കൊടുക്കുന്നതിന് നീ ഇങ്ങനെ കണക്ക് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് പറയുമ്പോൾ പിന്നെയും ശ്രുതി പറയാണ്, ഞങ്ങൾക്ക് ഒരുപാട് ചിലവുണ്ട്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, നിന്നെ പോലെ ഒരു ഡ്രൈവറൊന്നും അല്ല, നീ ഒരു ഡ്രൈവറല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, നിന്റെ ഭാര്യ അവളാണെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ ദരിദ്രവാസി പെണ്ണ്, അതിനെ കെട്ടിയത് കൊണ്ടല്ലേ നിനക്കിപ്പോൾ ഇങ്ങനൊരവസ്ഥയുണ്ടായത്. നീ ഒരു പണക്കാരി പെണ്ണിനെ കെട്ടുമായിരുന്നെങ്കിൽ എൻ്റെ ശ്രുതിയെ പോലെ ആയിരുന്നേ നിനക്കും ഇന്നൊരു ബിസിനസ്സൊക്കെ തുടങ്ങി നല്ല രീതിയിൽ ജീവിക്കായിരുന്നു. രേവതി കാരണമാണ് ഈ പ്രശ്നം എല്ലാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. സച്ചി പറയാം, അതേ ശ്രുതി കൊള്ളാം, നിന്റെ മലേഷ്യക്കാരി എന്ത് കുന്തമാണെന്ന് പറഞ്ഞാലും എൻ്റെ രേവതിയെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും നീ വരണ്ട. അവളെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല.
നിന്റെ അവളുടെയും കൂടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ നീ പോയതല്ലേ പണം കൊണ്ട്? അച്ഛന് പെൻഷൻ കിട്ടിയ പണമല്ലേടാ നീ കൊണ്ടുപോയി ആ കാനഡക്കാരിക്ക് കൊടുത്തത്. അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് വീതം വെച്ചെടുക്കാമായിരുന്നല്ലോ. നീ എല്ലാം നശിപ്പിച്ച് വെച്ചിട്ട് ഇപ്പം എൻ്റെ രേവതി കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ കഴുത്തിനൊക്കെ കുത്തി പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വെച്ച് വന്നതല്ലേ, എന്നിട്ടിപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്ക് കൂടിയാൽ എങ്ങനെയാ എന്ന് ശ്രീകാന്ത് പറയുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അടിയലും വഴക്കേലും ഒക്കെ അതങ്ങ് തീരുവാണ്. അതിനൊക്കെ ശേഷം വീണ്ടും സംഭവബഹുലമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു ദിവസം രാവിലെ ആണെങ്കിൽ എല്ലാവരും എണീറ്റൊക്കെ വരുന്ന സമയത്ത് തന്നെ 2-3 പേര് വീട്ടിലേക്ക് വന്ന് കയറുക. അവർ വരുമ്പം നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇതാരാ വരുന്നത്, എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, രവി സാർ എവിടെയാ, സാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുക. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാ, എന്തിനാ ഇപ്പോൾ ഇത്ര രാവിലെ വരുന്നത് എന്ന് ചോദിക്കുമ്പം പറയാം, ഞങ്ങൾ കോൺട്രാക്ടറാണ്, ഇവിടെ എന്തോ ചെറിയ പണിയൊക്കെ നടക്കാനുണ്ടെന്ന് രവി സാറ് പറഞ്ഞു, അതുകൊണ്ടാണ് വന്നത്, എവിടെയാ സാറെന്ന് ചോദിക്കുക. അപ്പോൾ രവി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. രവി പറയാണ്, ആഹാ കോൺട്രാക്ടർ എത്തിയോ, ഏതായാലും വാ, മുകളിലാണ് മുറി പണിയേണ്ടത്, റൂം മുകളിലാണ് പണിയേണ്ടത്, അതുകൊണ്ട് മുകളിൽ ടെറസിലേക്ക് നമുക്ക് പോകാം, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പം നമ്മുടെ ചന്ദ്രയ്ക്ക് കാര്യം കിട്ടി കേട്ടോ. ഇങ്ങേരിപ്പം റൂം പണിയാനായിട്ട് പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് ചന്ദ്ര നേരെ ചെന്ന് ശ്രുതിയോട് പറയാം, അതേ ഒരു കോൺട്രാക്ടറെയൊക്കെ അച്ഛൻ വിളിച്ച് വരുത്തിയിട്ടുണ്ട്, മുകളിൽ മുറി പണിയാനാ, ആ സച്ചിക്ക് രേവതിക്കും മുറി പണിയാനായിരിക്കും. ഇതിപ്പോൾ എവിടുന്നാ പണം കിട്ടിയത് മുറി പണിയാനായിട്ട്? പണമൊന്നും ഇല്ലാതെ ഇരുന്നല്ലോ, സമയമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ശ്രുതിയും പറയാം, ആഹാ റൂം പണിയാനാണോ? അപ്പോൾ സച്ചിൻ ചോദിക്കുക, റൂം പണിയാനാണോ, അച്ഛൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തത്, വാ നമുക്ക് പോയി നോക്കാം അവിടെ അവരെന്താ ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര മക്കളെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എല്ലാവരും മുകളിൽ ചെന്ന് നോക്കുമ്പം ആ കോൺട്രാക്ടർ അവിടെ എല്ലാം അളവെടുക്കുകയും കണക്ക് നോക്കുകയും ഒക്കെ ചെയ്യുക. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഇത്ര വലിയ റൂം പണിയാനോ? അപ്പോൾ കോൺട്രാക്ടർ പറയുന്നുണ്ട്, ഇതുപോലൊരു വലിയ റൂം തന്നെയാണ് പണിയുന്നത് കേട്ടോ എന്ന് പറയുക. അപ്പോൾ രവി പറയുന്നുണ്ട്, അതെ നല്ല വലുപ്പമുള്ള റൂം വേണം, എൻ്റെ 2ാമത്തെ മോനും ഭാര്യയ്ക്കും താമസിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നല്ലൊരു റൂം തന്നെ പണിയണമെന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ നല്ല റൂം തന്നെയാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്, ഇതിനൊരു 5 ലക്ഷം രൂപ ചിലവാകുമെന്ന് പറയുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, ആ ശരി 5 ലക്ഷം രൂപ ഉണ്ടാക്കാം, ഞാനത് പറയാം പണമൊക്കെ ആകുമ്പം, അപ്പം നിങ്ങൾ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആഹാ പണമാകുമ്പോൾ പറഞ്ഞാൽ മതി, ഞങ്ങളെല്ലാം വന്ന് ചെയ്തേക്കാം, നല്ല റൂമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ് കേട്ടോ. അവർ പോയി എല്ലാവരും താഴേക്ക് ഇറങ്ങി വരിക. താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. 5 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ മുറി പണിയാൻ പോകുന്നോ, ഈ സച്ചിക്കും രേവതിക്കോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രവി പറയുന്നുണ്ട്, അതെന്താ അവർക്ക് റൂം വേണ്ടേ, എൻ്റെ മറ്റു 2 മക്കളും AC റൂമിൽ കിടക്കുമ്പം സച്ചിയും രേവതിയും മാത്രം ഇങ്ങനെ ഹാളിലും ടെറസിൻ്റെ മുകളിലും ഒക്കെ കിടന്നാൽ മതിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടനെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് ഇത്രയും വലിയ രൂപയുടെ റൂമൊന്നും വേണ്ട, 5 ലക്ഷം രൂപയൊന്നും മുടക്കി ഞങ്ങൾക്കിപ്പോൾ റൂം വേണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുക, അച്ഛൻ എവിടുന്നാ പണം, ഇപ്പം കയ്യിൽ 5 ലക്ഷം രൂപ എടുക്കാൻ അച്ഛൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട് കേട്ടോ, അതെ ഇപ്പം എൻ്റെ കയ്യിലില്ല, പക്ഷേ നിങ്ങളോട് ഞാനിങ്ങനെ പണം വാങ്ങിയിരിക്കുന്നത് മാസാമാസം ചിലവിന് വാങ്ങുന്നത് ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണെന്ന് പറയാം. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി ചോദിക്കുക, അതെങ്ങനെയാച്ചാ ഇങ്ങനൊരു ഉദ്ദേശത്തോടു കൂടി പണം വാങ്ങുന്നത്, ഇപ്പം ഞങ്ങൾ മാസാമാസം ഇങ്ങനെ പണം തന്നാലും അച്ഛൻ ഇതൊക്കെ ശരിയാക്കി വരുമ്പോൾ ഒരു 3-4 കൊല്ലം എടുക്കുകയല്ലേ 5 ലക്ഷം രൂപയൊക്കെ ആവാനായിട്ട് മിച്ചം വെച്ച് കഴിയുമ്പം, അപ്പോൾ അത് കഴിഞ്ഞിട്ടേ റൂം പണിയുന്നുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, ഏയ് അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരു ലോൺ എടുക്കാനാണ്, ലോൺ എടുത്ത് റൂം പണിതിട്ട് മാസാമാസം നിങ്ങൾ തരുന്ന പണം കൊണ്ട് ആ ലോൺ അടച്ചു കൊടുക്കാമല്ലോ, അങ്ങനെ നമുക്ക് കടം വീട്ടിയെടുക്കാം എന്ന് പറയുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയാം, നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്നോ, എന്താ മനുഷ്യ ഈ പറയുന്നത്, ഈ വയസ്സാം കാലത്ത് കടം വരുത്തി വെക്കാൻ പോവാണോ നിങ്ങൾ, ഇവനും ഒക്കെ റൂം പണിയാൻ 5 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്നോ എന്ന് ചോദിക്കുമ്പോൾ രവി പറയാം, അതിനെന്താ ചിലവിന് എൻ്റെ മക്കൾ തരുന്നില്ലേ, അതിൽ നിന്ന് ഞാൻ മിച്ചം വെച്ച് ലോൺ അടച്ച് തീർത്തോളാം, നീ അതോർത്ത് വിഷമിക്കുമൊന്നും വേണ്ടാന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയും, ഇത് എൻ്റെ വീടാ, എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീടാ ഇത് എന്ന് പറയാണ്. അപ്പോൾ രവി പറഞ്ഞിട്ടുണ്ട്, ഓ ആയിക്കോട്ടെ, എന്നാലും ഈ വീടൊക്കെ വെച്ചത് ഞാൻ തന്നെയല്ലേ ഇതുപോലെ പണിതാക്കിയത്, ബാക്കി കാര്യങ്ങളും എനിക്ക് നോക്കാൻ അറിയാം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ രേവതിയും പറയുന്നുണ്ട്, അച്ഛാ വേണ്ട അച്ഛാ, അച്ഛൻ ഇങ്ങനെ പെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇനിയും ബാധ്യതകളൊന്നും വരുത്തി വെക്കേണ്ട അച്ഛാ, ഞങ്ങൾക്കിപ്പം റൂമിൻ്റെ ആവശ്യമില്ല, അത് പണം ഉണ്ടാകുമ്പം സച്ചിയേട്ടൻ തന്നെ ഉണ്ടാക്കിക്കോളും, ഞങ്ങളിവിടെ ഹോളിലോ അതുപോലെ ടെറസിലോ ഒക്കെ കിടന്നോളാം, ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറയുകയാണ് കേട്ടോ.
അപ്പോൾ രവി പറയുന്നുണ്ട് അത് ശരിയാവില്ല, അതിനൊരു പരിഹാരം ഉണ്ടാവണം, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാം. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛനിപ്പോൾ ഈ കടമൊന്നും വരുത്തി വെച്ച് റൂം ഉണ്ടാക്കണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ സുധി പറയാ അത് നേരെ അച്ഛാ, എന്തിനാ അച്ഛാ ഇപ്പം ലോൺ എടുത്ത് അച്ഛൻ ഈ കടയെല്ലാം വരുത്തി വെക്കുന്നത്? അതൊക്കെ റൂം വേണമെങ്കിൽ അവനുണ്ടാക്കട്ടെ, അവനും ഭാര്യയ്ക്കും കിടക്കാനുള്ള റൂമല്ലേ. അപ്പോൾ സച്ചി പണം ഉണ്ടാക്കി റൂം പണിയട്ടെ, ഇല്ലെങ്കിൽ അവൻ ലോൺ എടുത്ത് പണിയട്ടെ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ സച്ചി പറയാ എടാ എന്താടാ പറഞ്ഞു വരുന്നത്? ഓഹോ, നിനക്കും അവനും റൂമുണ്ട്, ഇപ്പം നടുക്കത്തെ കഷ്ണമായ എനിക്ക് മാത്രം റൂമില്ല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും താമസിക്കണമെങ്കിൽ ഞാൻ പണം മുടക്കി റൂം ഉണ്ടാക്കണം. അപ്പം നീയൊക്കെ ഉണ്ടാക്കിയ റൂമിലാണോടാ നീയൊക്കെ കിടക്കുന്നത്? എന്ത് വർത്തമാനം ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ ചന്ദ്ര പറയാണ് കേട്ടെ, ഓ പിന്നെ നിനക്കിപ്പോൾ റൂം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റൂം വല്ലതും ഉണ്ടാക്കിയാൽ മതി. ഈ 5 ലക്ഷം രൂപ മുടക്കിയൊന്നും ഇവനൊരു റൂമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. ഇവനും ഇവൻ്റെ ഭാര്യയും ഈ രാജകുമാരിക്ക് കിടക്കണായിരിക്കും 5 ലക്ഷം രൂപയുടെ വലിയ AC റൂമിൽ എന്ന് പറയുമ്പം രേവതി പറയാം അമ്മേ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ അച്ഛൻ ഇത് ചെയ്യുന്നത്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. എവിടെയാണെങ്കിലും സച്ചിയേട്ടൻ്റെ കൂടെ താമസിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിപ്പോൾ എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉണ്ട് ചന്ദ്ര പറയാം പിന്നെന്തിനാ ഇവക്ക് ഈ ചെറ്റക്കുളിരിൽ കിടന്ന ഇവക്ക് ഇപ്പം കൊട്ടാരം വേണോ? ഇവക്ക് വല്ല കുടിലോ വല്ല പണിത് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റൊക്കെ വലിച്ചു കെട്ടി അങ്ങ് കെട്ടിക്കൊടുത്താൽ മതി, അവിടെ കിടന്നോളും. അല്ലാതെ ചുമ്മാ ഇനി ഇവക്ക് വേണ്ടി റൂം, വെറും ചെറ്റക്കുടിലിൽ കിടന്ന ഇവക്ക് ഇനി റൂം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സച്ചി പറയാ നിങ്ങൾ എന്താ പറഞ്ഞത്? രേവതിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അവൾ ചെറ്റക്കുടിലിൽ കിടന്നതാണെന്നോ? അവൾ ചെറ്റക്കുടിലിൽ കിടന്നതൊന്നും അല്ല, ഞങ്ങൾക്കാരും കുടിലുണ്ടാക്കി തരേ വേണ്ട. അങ്ങനെ എൻ്റെ ഭാര്യയെ വില കുറച്ചൊന്നും നിങ്ങൾ കാണണ്ട. അവളെ എൻ്റെ ഭാര്യ ഇപ്പം ഈ വീട്ടിൽ താമസിക്കേണ്ടതാ, ഈ വീട്ടിലെ മരുമകളാ. അപ്പം പിന്നെ ഇവിടെയുള്ള മറ്റു മരുമക്കളെ പോലെ തന്നെ ആയിരിക്കണം അവൾ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര പറയാം പിന്നെ മറ്റു മരുമക്കളെ പോലെ തന്നെ ഇവളെങ്ങനെ മറ്റു മരുമക്കളെ പോലെ തന്നെ ആവും? അവരൊക്കെ കാശുള്ള വീട്ടിലെ പിള്ളേരല്ലേ, അതുപോലെയാണോ ഇവള് ഈ ദരിദ്രവാസി ഇവൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഉടനെ രവി പറയാ ചന്ദ്രേ നീ മിണ്ടാതിരിക്കുക, ഇതെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? രേവതി ഇങ്ങനെ മോശമായിട്ട് പറയരുതെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ചന്ദ്ര പറയും ഒന്ന് മിണ്ടാതിരിക്കും മനുഷ്യ, നിങ്ങൾ വെളിവും ബോധവും ഇല്ലാതെ വണ്ടി ഓടിച്ച് അവളുടെ തന്തയെ ചെന്ന് ഇടിച്ച് കൊന്നത് കൊണ്ടല്ലേ ഇവളിവിടെ മരുമോളായിട്ട് വന്നത്, ഇല്ലെങ്കിൽ ഇവൾ എവിടെയെങ്കിലും കിടന്നേനെ. ഹ്യോ എന്തൊരു ഗതിയാന്ന് നോക്കണേ നിങ്ങളുടെ കാര്യം. അവിടെ തന്ത വന്ന് വണ്ടിയുടെ മുമ്പിൽ ചാടാനും ചാകാനും, അതുകൊണ്ട് ഇവൾ ഇവിടെ വന്ന് കയറി എന്നിങ്ങനെ പറയുക ചന്ദ്ര. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. രേവതി ഉടനെ വന്നിട്ട് പറയാം ദേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇങ്ങനത്തെ സംസാരം വേണ്ട. എനിക്ക് റൂമും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ വീട്ടുകാരെ മോശമായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ സച്ചിയേട്ടൻ ഒരു ഡ്രൈവർ ആയിരിക്കും. എനിക്ക് സച്ചിയേട്ടൻ്റെ കൂടെ ഏത് ചെറ്റക്കുടിലിൽ കിടന്നാലും സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ റൂമും പത്രാസും ഒന്നും എനിക്ക് വേണ്ട. പിന്നെ എൻ്റെ അച്ഛനെ ആവശ്യമില്ലാതെ ഈ ചർച്ചയ്ക്കിടയിൽ വലിച്ചിടരുത് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയും ഓ നിൻ്റെ അച്ഛനെ വലിച്ചിട്ടാ നീ എന്നെ മൂക്കിക്കയറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി ഭയങ്കര ദേഷ്യത്തോടെ വന്നിട്ട് പറയാ ദേ എൻ്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പം പാവം ആ മനുഷ്യനെ വലിച്ചിടരുത്. എൻ്റെ അച്ഛൻ മരിച്ചു പോയെങ്കിലും ഇവിടെ അച്ഛനെക്കുറിച്ചുള്ള സംസാരം വേണ്ട. റൂമൊന്നും വേണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടുകാരെ എന്നെ മോശമായിട്ട് സംസാരിക്കുകയും വേണ്ട. നിങ്ങൾ ഈ സംസാരം ഇവിടെ അങ്ങ് നിർത്തിയരേ എന്ന് രേവതി നല്ല ദേഷ്യത്തോടെ തന്നെ ചന്ദ്രയോട് പറയുമ്പം രവി വഴക്ക് പറയാണ് ചന്ദ്രേ നീ മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ കാരണം ഞാൻ അടിച്ച് പൊട്ടിക്കും എന്ന് രവി പറയുമ്പം ചന്ദ്ര പറയാ ഓ അവക്ക് സപ്പോർട്ടുമായിട്ട് വന്നു അങ്ങേര്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചി കയറി നിന്നിട്ട് ചേർത്ത് നിർത്തിയിട്ട് പറയാം അതെ ഇവളെൻ്റെ ഭാര്യയാണ്, ഞങ്ങൾ എവിടെ വേണേലും ജീവിക്കും, അവളെ അപമാനിക്കാനോ മറ്റൊന്നിനും നിങ്ങളാരും മുന്നോട്ട് വന്നേക്കരുത് എന്ന് പറയുക. അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങ് പിരിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മുടെ മഹിമ അറിയാണ് കേട്ടോ. വർഷ പറഞ്ഞിട്ട് ഇവിടെ റൂം പണിയാൻ പോവാണെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ മഹിമ മധുസൂദനനോട് പറയാണ് അത് ചേട്ടാ ഞാനേ 5 ലക്ഷം രൂപ കൊടുക്കാൻ പോവാണ് നമ്മുടെ മകളെ വിവാഹം കഴിച്ച് വിട്ട വീട്ടിലേക്കെന്ന് പറയാം. അപ്പോൾ മധുസൂദനൻ ചോദിക്കുക എന്തിനാടി നീ ഇപ്പോൾ 5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുന്നത്, എന്താ ഇപ്പം കാര്യം എന്ന് ചോദിക്കുക. അപ്പം മഹിമ പറയാണ് അവിടെ ഒരു റൂം പണിയാൻ പോവാണ് മുകളിൽ ആ സച്ചിക്കും രേവതിക്കും വേണ്ടിയിട്ട്. അതിനു വേണ്ടി ഞാൻ 5 ലക്ഷം രൂപ അങ്ങ് സംഭാവന കൊടുത്തേക്കാന്ന് വിചാരിച്ചു.
അപ്പോൾ ഉടനെ മധുസൂദനൻ പറയുന്നുണ്ട്, നിനക്ക് വേറൊരു പണിയില്ലേ? ആ സച്ചി അവൻ എന്തെല്ലാം എന്നോട് പറഞ്ഞതാ, എന്നോട് മോശമായിട്ട് പെരുമാറിയതാ. അവനും അവൻ്റെ ഭാര്യയ്ക്ക് റൂം പണിയാൻ നിനക്ക് പണം കൊടുക്കാൻ നിനക്കൊരു മടിയില്ലേ? വേറെ ഒരു പണിയില്ലേ നിനക്ക് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ മഹിമ പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, ഞാൻ ഈ പണം കൊടുക്കും, എന്തായാലും അവിടെ ചെന്ന് ഈ പണം കൊടുക്കൂന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ മധുസൂദനൻ പറയുന്നുണ്ട്, ഹോ, ഈ പണം കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാം, നമ്മുടെ മോക്ക് കൊടുക്കാനേ വേണ്ടില്ല, ഇതിപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ മഹിമ പറയാം, അത് ചേട്ടാ വേറൊരു കാര്യമുണ്ടേ, ഈ പണം ഞാൻ അവിടെ കൊടുത്താൽ ഈ പണം നമുക്ക് നഷ്ടമൊന്നും ആവില്ല, അവരത് വാങ്ങില്ല. ആഹാ, വാങ്ങില്ലെന്നോ? നിനക്ക് ഉറപ്പുണ്ടോ? അതെനിക്ക് ഉറപ്പാ, ആ സച്ചി ഈ പണം വാങ്ങില്ല. പിന്നെ എന്തിനാ നീ ഇത് കൊടുക്കാൻ പോകുന്നത്? അവരുടെ മുമ്പിലെല്ലാം നാണം കെടാനാണോ നീ ഈ പണം കൊണ്ട് അങ്ങോട്ട് പോകുന്നത്? അപ്പോൾ ഉടനെ മഹിമ പറയാണ് കേട്ടോ, ഏയ് നാണം കെടാനൊന്നുമല്ല, ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് പണം കൊടുക്കാൻ തുടങ്ങും, അപ്പോൾ സച്ചി വേണ്ടെന്ന് പറയും. മറ്റുള്ളവർക്കെല്ലാം വേണമെന്ന് കാണും, പക്ഷെ സച്ചി അത് സമ്മതിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വഴക്കുണ്ടാകും. അങ്ങനെ അവിടെ ചേട്ടാനിയന്മാർ തമ്മിൽ ഒരു വഴക്കുണ്ടാവണം. അങ്ങനെ അടിയും വഴക്കും ബഹളവും ഒക്കെ ചന്ദ്രോദയത്തിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലേ നമ്മളുടെ മോളും മരുമോനും ഇങ്ങോട്ട് പോരുള്ളൂ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്ന് ചോദിക്കുക. അപ്പം മധുസൂദനൻ പറയാം, കൊള്ളാലോ, നീ ഭയങ്കര ബുദ്ധി തന്നെ, കയ്യിലിരിക്കുന്ന കാശ് പോവുകയില്ല, അവിടെ ഒരു അടിയും ബഹളവും ഉണ്ടാക്കുകയും ചെയ്യാം. ഹോ, സമ്മതിച്ചു. എന്നാലേ ഞാൻ നേരെ ചെല്ലട്ടെ ചന്ദ്രോദയത്തിലോട്ട് ഈ പണം കൊണ്ട് കൊടുക്കാൻ എന്ന് പറയുക. അങ്ങനെ മഹിമ ചെല്ലാണ്. ചെന്നുമ്പോഴേക്കും തന്നെ നമ്മുടെ ചന്ദ്ര സ്വീകരിച്ച് കയറ്റുക. അയ്യോ, മഹിമ വന്നോ? അയ്യോ മോളെ വർഷേ, വാ, ദേ നിൻ്റെ അമ്മ വന്നിരിക്കുന്നു. എന്താ വേണ്ടത്? ചായ വേണോ കാപ്പി വേണോ? എടി രേവതി, മഹിമയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ വിളിച്ച് കയറ്റുകയാണ്. എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും വർഷയും ശ്രീകാന്തും അതുപോലെ രവിയും എല്ലാവരും, സച്ചിയും രേവതി എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉള്ള സമയത്താണ് ഇവർ ഈ പണിയും കൊണ്ട് ചെല്ലുന്നത്. കാരണം അവിടെ ഒരു അടിയുണ്ടാക്കണ്ടേ. അങ്ങനെ ഈ പണം കൊണ്ടുവന്നിട്ട് അവർ പറയുകയാണ് കേട്ടോ, ഞാനിപ്പോൾ വന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു റൂം പണിയാൻ പോകുന്നതെന്ന് മോള് പറഞ്ഞറിഞ്ഞു. അതുകൊണ്ട് ഒരു 5 ലക്ഷം രൂപ ഞാൻ തരാം. ലോണൊന്നും എടുക്കാൻ ഈ സമയത്ത് പോകണ്ട ശ്രീകാന്തിൻ്റെ അച്ഛൻ. ഈ വയസ്സാം കാലത്ത് ഇനിയും കടം വരുത്തി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോൾ ഒരു കടമായിട്ടൊന്നും കാണണ്ട, ഞാൻ തരാം. പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാവുമ്പം എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ രവിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ചന്ദ്രയ്ക്ക് താല്പര്യമാണ് കേട്ടോ. ചന്ദ്ര പറയാ, ആഹാ, അയ്യോ എൻ്റെ ദൈവമേ, മഹിമയ്ക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിയില്ലേ ഈ പണം ഇവിടെ കൊണ്ടുതരാൻ. ഇപ്പം ഇതിവിടെ അത്യാവശ്യമായിരുന്നു. റൂം പണിയുന്നതൊന്നും അല്ല, എന്നാലും അത്യാവശ്യമായിരുന്നു. അത് നന്നായി, മഹിമയുടെ മനസ്സ് പൊന്നാണെന്നൊക്കെ പറയുക. അങ്ങനെ വലിയ സന്തോഷത്തിൽ വർഷയും അതുപോലെ ശ്രുതിയൊക്കെ നിൽക്കുക. ശ്രുതി പറയുന്നുണ്ട്, ശരിയാ, ഈ പണം കിട്ടുവാണെങ്കിൽ ഇപ്പോൾ വലിയ ഉപകാരമാണ്, നമുക്ക് റൂം പണിയാം. അച്ഛൻ ഇനിയും കടമൊന്നും എടുക്കണ്ടല്ലോ, ലോണൊന്നും എടുത്ത് കടം വരുത്തി വെക്കുകയൊന്നും വേണ്ട ഈ വയസ്സാം കാലത്തെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയാണ് ഈ പണം കൊടുക്കുമ്പോൾ, ഈ പണം ഇവിടെ വേണ്ടാന്ന് തന്നെ പറയുക കേട്ടോ. സച്ചി അത് പറയേണ്ട കാര്യമില്ല, സച്ചിക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ സച്ചി പറയുക കേട്ടോ, ഈ പണം ഇവിടെ വേണ്ട, ഈ പണം കൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ പറയും, അയ്യോ, ഞാൻ ഈ പണം കൊണ്ടുവന്ന് എൻ്റെ മോളും കൂടി ഈ വീട്ടിലുണ്ടല്ലോ എന്ന് വെച്ചാൽ നിങ്ങളുടെ മോക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി, ഈ പണം വേണ്ട. എൻ്റെ അച്ഛൻ്റെ അഭിമാനത്തിന് കോട്ട തട്ടും, അവിടെ നിന്നൊന്നും വേണ്ടെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെയും നിങ്ങൾ ഓരോ സാധനങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ട് തരുന്നത് എന്ന് ചോദിക്കുക. അപ്പം മഹിമ പറയാണ്, അയ്യോ സച്ചി, ഞാനങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ, നിങ്ങൾക്കിപ്പോൾ പണത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ട് അത് തന്ന് സഹായിക്കാന്നേ വിചാരിച്ചുള്ളൂ, കടമായിട്ട് മതി സച്ചി എന്നൊക്കെ പറയാം. പക്ഷെ സച്ചി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഈ പണം കൊണ്ട് റൂം പണിതാ ഞാനതിൽ താമസിക്കില്ല, ഈ പണം വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് മഹിമയുടെ മുഖത്തെറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കൊടുക്കുമ്പോഴേക്കും ആകെ എല്ലാവർക്കും ഇതാവുക, നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ ഫീലിങ്സ് ആവുക. വർഷ പറയാണ്, സച്ചിയേട്ടൻ ഇപ്പോൾ ഇങ്ങനെ പറയണ്ടായിരുന്നു, അമ്മ കൊണ്ടുവന്നതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അമ്മ കൊണ്ടുവന്നാണെങ്കിൽ നിനക്ക് തന്നാൽ മതി, ഇവിടെ എല്ലാവർക്കും കൂടി ഈ പണം വേണ്ട എന്ന് പറയുക. അങ്ങനെ നമ്മുടെ രവിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയെ സച്ചിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത്. അതേസമയം ചന്ദ്രയും ശ്രുതിയും അങ്ങ് ഇളകുകയാണ് കേട്ടോ. ഈ പണം ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നെന്ന് വെച്ച് എന്താ, അത് വാങ്ങാൻ മേലെ ഇവിടെ ആവശ്യമില്ലേ, നീ ഉണ്ടാക്കിക്കൊണ്ട് വരുമോ എന്ന് ചോദിക്കുക ചന്ദ്ര. അപ്പോഴേക്കും ഉടനെ ശ്രുതി ചാടി എണീറ്റിട്ട് പറയാം, എടാ, നീ ആ പണം കൊണ്ടുവന്നത് നീ തിരിച്ചു കൊടുക്കുന്നത് നിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്, എന്നാൽ നിനക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാമല്ലേ, അന്നും നീ ഇത് തന്നെയല്ലേ ചെയ്തത്. മഹിമാൻറ്റി വന്നിട്ട് അവിടുന്ന് AC വാങ്ങി ഇവിടെ കൊണ്ടുവന്നപ്പോൾ നീയല്ലേ അത് തിരിച്ചയച്ചത്, നിനക്ക്
എന്ത് അധികാരം ഇവിടുത്തെ കാര്യം പറയാൻ? ഇതെല്ലാവരുടെയും കൂടെ കാര്യമല്ലേ, നീ എന്തിനാ ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്ക് സച്ചി പിടിച്ച് നല്ല കീറ് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം അത് കൊടുക്കാൻ കാരണമുണ്ട്. ഉടനെ പറയാം, നിനക്ക് കുശുമ്പാണ്, നിൻ്റെ ഭാര്യ വീട്ടിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിനക്ക് അസൂയാണ്. ഞങ്ങളുടെയൊക്കെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാണുമ്പോൾ നിനക്ക് കുശുമ്പല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നത്. ഇവളുടെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാനില്ലല്ലോ ഈ ദരിദ്രവാസിയുടെ വീട്ടിൽ നിന്ന്, അതുകൊണ്ടുള്ള അസൂയാണ് എന്ന് പറയാണ്. നിനക്കിവിടെ താമസിക്കണ്ടെങ്കിൽ നീയും ഭാര്യയും കൂടെ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കടാ എന്ന് സച്ചിയോട് പറയാണ് കേട്ടോ സുധി. അതെന്താന്ന് വെച്ചാലേ അങ്ങനെ വേണം, അല്ലാതെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരാൾ കൊണ്ടു തരുമ്പം നിന്റെ മാത്രം ഇഷ്ടം നോക്കാൻ പറ്റുമോ? നീ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്കത് വേണമെങ്കിലോ നീയും ഭാര്യയും കൂടെ എവിടെയെങ്കിലും പോയി താമസിക്കടാ എന്ന് പറയുമ്പം ഉടനെ തന്നെ സച്ചി കൊട്ടുക്കുകയാണ് കേട്ടോ സുധിക്കിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, കാരണം ഇങ്ങനെയാണോടാ നിന്റെ ഉദ്ദേശം ഇതായിരുന്നോ? ഞാനും രേവതി ഇവിടുന്ന് പോകണമെന്നല്ലേ, ഞങ്ങൾ പണമില്ലാത്തവരായതുകൊണ്ട് ഞങ്ങൾ പോകണമെന്നല്ലേ, നിനക്കും മറ്റുള്ളവർക്കും ഒക്കെ ഇവിടെ താമസിക്കാം, ഞാനിവിടുന്ന് ഇണങ്ങി തരണം എന്നല്ലേ, അതാണല്ലേ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ഈ ഒരടി പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ മഹിമ അങ്ങോട്ട് വന്നത്. അങ്ങനെ മഹിമയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചിയും സുധിയും കൂടി ഭയങ്കര ബഹളം വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയം സച്ചിയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. ഉടനെ വർഷയും ശ്രീകാന്തും പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയാണ്, സച്ചിയേട്ടൻ ഈ പറഞ്ഞത് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ഈ ചൂണിലല്ല പറയേണ്ടത്, മനസ്സമാധാനത്തോടെ പറയണം, ഇങ്ങനെ വഴക്ക് പിടിച്ച് ദേഷ്യപ്പെട്ടൊന്നും അല്ല പറയേണ്ടതെന്നൊക്കെ പറയാണ്. അങ്ങനെ അവിടെ സുധിയും സച്ചിയും തമ്മിലൊരു നല്ല അടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്